ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ നമ്മൾ എന്താണ് പഠിച്ചത്? കേനെ കുറിച്ച്. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? കുഡ് ആൻഡ് കുഡിൻസ്. എന്താണ് കുഡ് ആൻഡ് കുഡിൻസ്? അപ്പോൾ സംശയം, അല്ല സാറേ, ഈ കേൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ കഴിഞ്ഞോ? കേൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം നമ്മൾ ഒരുമിച്ച് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സംശയങ്ങൾ കൂട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ മോഡൽസിൻ്റെയും കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എന്താണ് കുഡ് ആൻഡ് കുഡിൻസ്? ആദ്യം മനസ്സിലാക്കേണ്ടത് കുഡ് ആൻഡ് കുഡിൻസ് ഈ രണ്ടിൻ്റെയും കൂടെ എപ്പോഴും നമുക്ക് വെർബ് ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. കുഡ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം ആൻഡ് കുഡിൻസ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. ഇനി എന്താണ് ഇതിൻ്റെ മലയാള മീനിങ്? എന്താണ് മലയാള മീനിങ്? മലയാള മീനിങ് ആണ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ സംശയം, അല്ല സാറേ, ക്യാൻ എന്ന് പറഞ്ഞാലല്ലേ ചെയ്യാൻ കഴിയുന്നു, കുഡ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുമായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് 90% ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു ടോപ്പിക്കാണ് കുഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം പല ആളുകളും പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വളരെയധികം സംശയമുള്ള ഒരു ടോപ്പിക്കായി മാറിയിരിക്കുകയാണ് കുഡ് എന്ന് പറയുന്നത്. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട സംഭവം, കുഡ് എന്ന് പറയുന്ന വേർഡ് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ പവർഫുൾ ഒരു വേർഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇല്ലെന്ന് പറയാം. ഇല്ല എന്ന് നമുക്ക് പറയാം, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പടിക്കാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സ്കിപ്പടിക്കാതെ ഈ വീഡിയോ കാണുക. പറ്റുമെങ്കിൽ 2-3 തവണ ഈ വീഡിയോ കാണുക. കാരണം വളരെയധികം പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് കുഡ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. കുഡ് എന്ന് പറയുന്ന വേർഡിന് 2 മലയാള മീനിങ് ഉണ്ട്. ഒന്നാണ് ചെയ്യാൻ കഴിയും, പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. രണ്ടാമതാണ് ചെയ്യാൻ കഴിയുമായിരുന്നു, ഇതാണ് പാസ്റ്റ് ഫോം. ഇനി ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അതെന്താന്ന് നോക്കാം. ഒന്നാമതാണ് കുഡ്. ഈ കുഡ് എന്ന് പറയുന്ന വേർഡ് പ്രസന്റ് ആവാം, അല്ലെങ്കിൽ പാസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആവാം. എന്താ പറഞ്ഞ്? കുഡ് എന്ന് പറയുന്ന വേർഡ് പ്രസന്റ് ആവാം, പാസ്റ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. ഇനി അടുത്താണ്, നമ്മൾ എപ്പോഴാണോ പാസ്റ്റ് ടൈം ഉപയോഗിക്കുന്നത് കുഡിൻ്റെ കൂടെ നമ്മൾ എപ്പോഴാണോ പാസ്റ്റ് ടൈം ഉപയോഗിക്കുന്നത് അപ്പോൾ മാത്രമാണ് കുഡ് പാസ്റ്റ് ആയി മാറുന്നത്. അല്ലാത്ത എല്ലാ സമയത്തും കുഡ് എന്താണ്? പ്രസന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കാം. ഒന്നും പറയാം, ഞാനൊരു ഉദാഹരണം പറയാണ്. ഐ കുഡ് ഹെൽപ്പ് യു. ഐ കുഡ് ഹെൽപ്പ് യു. ഐ കുഡ് ഹെൽപ്പ് യു. എന്താണ് അർത്ഥം? ഐ കുഡ് ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്നർത്ഥം. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും ഫ്യൂച്ചറാണ്. ഇറ്റ്സ് ഫ്യൂച്ചർ പോസിബിലിറ്റി. എന്താണ് ഫ്യൂച്ചർ പോസിബിലിറ്റി എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് കിട്ടുകയാണ്, കൂട്ടി വെച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് കിട്ടുകയാണ്. ആ സെൻറ്റൻസിൽ പാസ്റ്റിനെ കാണിക്കുന്ന ഒരു ടൈം ഇല്ല. പാസ്റ്റിനെ കാണിക്കുന്ന ഒരു ടൈം ഇല്ലെങ്കിൽ അതെപ്പോഴും ഫ്യൂച്ചർ പോസിബിലിറ്റി ആയിരിക്കും. എന്താണ് ഫ്യൂച്ചർ പോസിബിലിറ്റി? എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും, സാധ്യതയുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി പറയാണ്. ഷീ കുഡ് കം ഹിയർ. ഷീ കുഡ് കം ഹിയർ. ഈ ഒരു സെൻറ്റൻസിൽ പാസ്റ്റിനെ കാണിക്കുന്ന ടൈം ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ അതെപ്പോഴും എന്താണ്? അതെപ്പോഴും കൂടെ എന്താണ്? ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ പോസിബിലിറ്റി. അവൾ ഇവിടെ വരാൻ കഴിയും. അവൾക്ക് ഇവിടെ വരാൻ കഴിയും എന്നർത്ഥം. അവൾക്ക് ഇവിടെ വരാൻ കഴിയും. പോസിബിലിറ്റി, ഫ്യൂച്ചർ പോസിബിലിറ്റി. അപ്പോൾ ഒന്നുകൂടി പറയാണ്, നമ്മൾ എപ്പോഴാണോ കുഡിൻ്റെ കൂടെ പാസ്റ്റ് ടൈം ഉപയോഗിക്കുന്നത് അപ്പോൾ മാത്രമാണ് കുഡ് പാസ്റ്റായി മാറുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാണ്, ഒരു ഉദാഹരണം പറയാണ്. ഐ കുഡ് ഡാൻസ് വെരി വെൽ ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഇതെന്താണ്? ഇവിടെ നോക്കാം. ഐ കുഡ് ഡാൻസ് വെരി വെൽ ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഇവിടെ കുഡ് എന്ന് പറയുന്നതാണ് പാസ്റ്റാണ്. എന്താ കാരണം അറിയോ? ഇതിനർത്ഥമാണ് പാസ്റ്റ് എബിലിറ്റി അല്ലെങ്കിൽ എൻ്റെ കഴിവാണ്. പാസ്റ്റിലെ കഴിവിനെ കാണിക്കുകയാണ്. ഐ കുഡ് ഡാൻസ് വെരി വെൽ ഇൻ മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നന്നായി ഡാൻസ് കളിക്കുമായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ കുഡ് പാസ്റ്റ് ആവാൻ കാരണം? അതിൻ്റെ കാരണം ഇൻ മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതാണ് പാസ്റ്റ് ടൈമാണ്. പാസ്റ്റ് ടൈം വന്നുകൊണ്ട് മാത്രമാണ് കുഡ് പാസ്റ്റായി മാറിയത്. അല്ലാത്ത എല്ലാ സമയത്തും എന്താണ്? പാസ്റ്റ് പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും. അത് മറക്കരുത്. ഇനി അടുത്താണ് ഇതിൻ്റെ നെഗറ്റീവ്. എന്താണ്? കുഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ നെഗറ്റീവാണ് കുഡിൻറ്റ്. കുഡിൻറ്റ് എപ്പോഴും പാസ്റ്റ് ആയിരിക്കും.
എന്ന് പറയാം നെഗറ്റീവ് കുഡിൻ്റെ എപ്പോഴും പാസ്റ്റ് ആയിരിക്കും, പക്ഷേ കുഡ് പോസിറ്റീവ് കുഡ് എപ്പോഴും പ്രസൻറ്റോ ഫ്യൂച്ചറോ ആയിരിക്കും. പാസ്റ്റ് എപ്പോഴാണോ നമ്മൾ പാസ്റ്റ് ടൈം ഉപയോഗിക്കുന്നത് കുഡിൻ്റെ കൂടെ, അപ്പോൾ മാത്രമാണ് കുഡ് പാസ്റ്റായി മാറുന്നത്. ഓക്കെ, അത് മറക്കരുത്. ഇനി അടുത്താണ് വാട്ട് ഈസ് ദ യൂസേജ്, എപ്പോഴാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുക. ഒന്നാമതാണ് പൊളൈറ്റ് റിക്വസ്റ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് പൊളൈറ്റ് റിക്വസ്റ്റ്? മാന്യമായിട്ട് നമ്മൾ ഒരാളോട് അഭ്യർത്ഥിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, കുഡ് ഉപയോഗിക്കുന്നത്. കുഡ് യു പ്ലീസ്, പൊളൈറ്റ് റിക്വസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 5-6 പേരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പൊളൈറ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യണം. പൊളൈറ്റ് റിക്വസ്റ്റ്. ആ പൊളൈറ്റ് റിക്വസ്റ്റ് എപ്പോഴും പ്രസൻറ്റിലായിരിക്കും. പൊളൈറ്റ് റിക്വസ്റ്റ് എപ്പോഴും ഇവിടെ ആയിരിക്കും, പ്രസൻറ്റിലായിരിക്കും. എക്സാമ്പിൾ ഉദാഹരണം പറയാണ്, ഞാൻ നിങ്ങളോട് പറയാണ് കുഡ് യു പ്ലീസ് പാസ് മി ദ സോൾട്ട്. എന്താണ് കുഡ് യു പ്ലീസ് പാസ് മി ദ സോൾട്ട്? നിങ്ങൾ ദയവായി ആ സോൾട്ട് ഒന്ന് പാസ് ചെയ്യാൻ കഴിയുമോ എന്നർത്ഥം. കഴിയും. കുഡ് യു പ്ലീസ് പാസ് മി ദ സോൾട്ട്. അടുത്താണ് കുഡ് യു എക്സ്പ്ലെയിൻ ദാറ്റ് പോയിന്റ് അഗെയിൻ. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് പോയിന്റ് അഗെയിൻ. ആ ഒരു പോയിന്റ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമോ? ഇനി ഇവിടെ പ്ലീസ്, നിങ്ങൾക്ക് പ്ലീസ് കുഡിൻ്റെ കൂടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. അതിന് കാരണം കുടി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പൊളൈറ്റ്നെസ് കാണിക്കുന്ന ഒരു വേർഡാണ്. സ്വന്തമായിട്ട് പൊളൈറ്റ്നെസ് കാണിക്കുന്ന ഒരു വേർഡ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ പ്ലീസ് ഉപയോഗിക്കാൻ നിർബന്ധമില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും, ബെറ്റർ ആയിരിക്കും. ക്ലിയർ? കുഡ് യു പ്ലീസ് പാസ് മി ദ സോൾട്ട്? കുഡ് യു പ്ലീസ് ഗിവ് മീ സം മണി? കുഡ് യു പ്ലീസ് ഗിവ് മീ യുവർ പെൻ? ഓക്കെ, അങ്ങനെ. പിന്നെ അടുത്താണ് കുഡ് ഐ ബോറോ യുവർ പെൻ ഫോർ എ മൊമെൻറ്റ്? കുഡ് ഐ ബോറോ യുവർ പെൻ ഫോർ എ മൊമെൻറ്റ്? ഒരു മിനിറ്റ് ഞാൻ നിങ്ങളുടെ പേന ഒന്ന് ബോറോ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ അർത്ഥം. ക്ലിയർ? കുഡ് ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ? കുഡ് ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ്? എനിക്ക് ഒരു ഗ്ലാസ് ഓഫ് വെള്ളം കിട്ടുമോ പ്ലീസ്? കഴിയുമോ? റിക്വസ്റ്റ്. എന്താണ്? പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. ഇനി അടുത്താണ് എന്ത്? കുഡ് യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ? കുഡ് യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ? നിങ്ങൾക്ക് ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാൻ കഴിയുമോ? ഇറ്റ്സ് വാട്ട് പൊളൈറ്റ് റിക്വസ്റ്റ്. അപ്പോൾ എപ്പോഴും പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? കുഡ് യു പ്ലീസ്. നിങ്ങൾ ഉപയോഗിക്കുക കുഡ് യു പ്ലീസ് കം ഹിയർ? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? ഓക്കെ, ആ പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടി നമ്മൾ കുഡ് ഉപയോഗിക്കുമ്പോൾ ആ കുഡ് എപ്പോഴും പ്രസൻ്റ് ആണ്. ആ കുഡ് എപ്പോഴും എന്താണ്? പ്രസൻ്റ് ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. പ്രസൻറ്റ്. ക്ലിയർ? ഇനി അടുത്ത് നോക്കാം. ഇനി ഇവിടെയാണ് വളരെയധികം കൺഫ്യൂസ് ആയിട്ടുള്ള, വളരെയധികം സംശയമുള്ളൊരു സംഭവമാണ് ഇവിടെ നോക്കാം. ഹി കുഡ് കം ടു യു എന്ന് പറയുന്നത് എന്താണ്? അവൻ നിങ്ങളടുത്ത് വരുമായിരുന്നു എന്നാണോ? പറയാൻ കഴിയുമായിരുന്നു എന്നാണോ? അല്ല. അതിൻ്റെ കാരണം ഇവിടെ എന്താ പറയുക? ഹീ കുഡ് കം ടു എന്ന് പറഞ്ഞാൽ അവൻ നിൻ്റെ അടുത്ത് വരാൻ കഴിയും. അവൻക്ക് നിൻ്റെ അടുത്ത് വരാൻ കഴിയും എന്നർത്ഥം. എന്താണ്? ഫ്യൂച്ചർ പോസിബിലിറ്റി. അവൻക്ക് നിൻ്റെ അടുത്ത് വരാൻ കഴിയും. ടുനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി. ഇത് ഫ്യൂച്ചറിനെ കാണിക്കുന്ന ടൈമാണ്. ഈ ടൈം ഇല്ലെങ്കിലും, ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഈ ടൈം ഇല്ലെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫ്യൂച്ചറാണ്. കാരണം പാസ്റ്റ് ടൈം വരാത്തത് കൊണ്ട് എപ്പോഴും കൂടെ എന്താണ്? പ്രസൻറ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും. ഓക്കെ, ഫ്യൂച്ചർ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഒന്ന് പറയാം, ഹീ കുഡ് കം ടു യു ടുനൈറ്റ്. ഇന്ന് രാത്രി അവൻ നിൻ്റെ അടുത്ത് വരാൻ കഴിയും. അവൻക്ക് നിൻ്റെ അടുത്ത് വരാൻ കഴിയും എന്നർത്ഥം. ഇനി അടുത്താണ് ഷീ കുഡ് ഹെൽപ്പ് യു. എന്തൊക്കെ അർത്ഥം? ഷീ കുഡ് ഹെൽപ്പ് യു. നമുക്കറിയാം ഈ ഒരു സെൻറ്റൻസിൽ പാസ്റ്റിനെ കാണിക്കുന്ന ടൈം യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കുഡ് എന്ന് പറയുന്നത് പ്രസൻറ്റോ ഫ്യൂച്ചറോ ആയിരിക്കണം, നിർബന്ധമാണ്. ഫ്യൂച്ചർ ആയിരിക്കും. എന്നാണ്? ഫ്യൂച്ചർ പോസിബിലിറ്റി. ഷീ കുഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്നർത്ഥം. അവൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഫ്യൂച്ചർ പോസിബിലിറ്റി. സാധ്യത ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്താണ് വി കുഡ് ഗോ ദിയർ. ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിയും. വി ക്യാൻ ഗോ എന്ന് പറയില്ലേ? വി ക്യാൻ ഗോ ദിയർ എന്ന് പറഞ്ഞാൽ എബിലിറ്റിയാണ്. വി ആർ കാപ്പബിൾ. ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ കുഡ് എന്താണ്? കുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോസിബിലിറ്റി, സാധ്യത. വി കുഡ് ഗോ ദിയർ. ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിയും. സാധ്യത.
ഇനി അടുത്താണ് ഐ കുഡ് ബൈ ദാറ്റ്, എനിക്ക് അത് വാങ്ങാൻ കഴിയും. ഐ കുഡ് ബൈ ദാറ്റ്, എനിക്കത് വാങ്ങാൻ കഴിയും. ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി. ടുമോറോ, നാളെ. അപ്പം നാളെ നിങ്ങൾക്ക് വേണ്ടി എനിക്കത് വാങ്ങാൻ കഴിയും എന്നർത്ഥം. ഇവിടെ നിന്നാണ് കുഡ്, കഴിയുമെന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ എപ്പോഴാണോ കുഡിൻ്റെ കൂടെ പാസ്റ്റ് ടൈം ഉപയോഗിക്കുന്നത് അപ്പോൾ മാത്രമാണ് കുഡ് പാസ്റ്റായി മാറുന്നത്. അല്ലാത്ത എല്ലാ സമയത്തും കുഡ് ഫ്യൂച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രസൻ്റ് ആയിരിക്കും. പ്രസൻറ്റ് ഫ്യൂച്ചർ ആയിരിക്കും. ഓക്കെ, കുഡ് യു പ്ലീസ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് പ്രസൻ്റ് ആണ്, പൊളൈറ്റ് റിക്വസ്റ്റ്. ക്ലിയർ? അതല്ലാത്ത സമയത്തൊക്കെ എന്താണ്? കുഡ് എന്താണ്? ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ പോസിബിലിറ്റി, പോസിബിൾ, സാധ്യത കാണിക്കുന്നത്. ഇനി അടുത്താണ് പാസ്റ്റ്. എപ്പോഴാണ് കുഡ് പാസ്റ്റായി എന്ന് നോക്കാം. എപ്പോഴാണോ നമ്മൾ പാസ്റ്റ് ടൈം ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ഇതാവുക. ഒന്നാമതാണ് ഷീ കുഡൻറ്റ് കം ടു യു. ഷീ കുഡൻറ്റ് കം ടു യു, അവൾക്ക് നിൻ്റെ അടുത്ത് വരാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു കുഡൻറ്റ് നെഗറ്റീവാണ്. നെഗറ്റീവ് ആണെങ്കിൽ ടൈം, സെൻറ്റൻസിൽ ടൈം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്താണ്? സെൻറ്റൻസിൽ ടൈം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെന്താണ്? പാസ്റ്റാണ്. കാരണം കുഡൻറ്റ് എപ്പോഴും പാസ്റ്റാണ്. കുഡിൻ്റെ നെഗറ്റീവായ കുഡൻറ്റ് എപ്പോഴും പാസ്റ്റാണ്. ക്ലിയർ? ഷീ കുഡൻറ്റ് കം ടു യു യെസ്റ്റർഡേ, ഇന്നലെ അവൾക്ക് നിൻ്റെ അടുത്ത് വരാൻ കഴിഞ്ഞില്ല. പാസ്റ്റ്. ഇനി അടുത്താണ് ഐ കുഡ് വാക്ക്, എക്സ്ക്യൂസ് മീ, ഐ കുഡ് വാക്ക് ഈസിലി വെൻ ഐ വാസ് യങ്. ഇവിടെ കൂടെ എന്താണ്? പാസ്റ്റാണ്. ഇവിടെ കൂടെ എന്താണ്? പാസ്റ്റാണ്. എന്താ കാരണം? അതിൻ്റെ കാരണം നമുക്കറിയാം, വെൻ ഐ വാസ് യങ്. വെൻ ഐ വാസ് യങ്, ഞാൻ യങ്ങായ സമയത്ത്, അല്ലേ? ഞാൻ യങ്ങായ സമയത്ത്, ഞാൻ ചെറുപ്പമായ സമയത്ത് എനിക്ക് ഈസിലി വാക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, നടക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് ഈസി ആയിട്ട് നടക്കാൻ കഴിയുമായിരുന്നു. എപ്പോൾ? ഞാൻ യങ്ങായ സമയത്ത്. ഐ കുഡ് വാക്ക് ഈസിലി വെൻ ഐ വാസ് യങ്. ഐ കുഡ് ഡാൻസ് വെരി വെൽ വെൻ ഐ വാസ് 10 years old. എനിക്ക് 10 വയസ്സ സമയത്ത് ഞാൻ നന്നായി ഡാൻസ് കളിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, എപ്പോഴാണോ കുഡിൻ്റെ കൂടെ പാസ്റ്റിനെ കാണിക്കുന്ന ടൈം വരുന്നത് അപ്പോൾ മാത്രമാണ് കുഡ് പാസ്റ്റ് ആവുന്നത്. ഇനി അടുത്താണ് ഹീ കുഡ് സിങ് വെൽ ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. ഹീ കുഡ് സിങ് വെൽ ഇൻ ഹിസ് ചൈൽഡ്ഹുഡ് എന്ന് വെച്ചാൽ അവൻ നന്നായി പാട്ട് പാടാൻ കഴിയുമായിരുന്നു. എപ്പോൾ? ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്, അവൻ്റെ ചെറുപ്പത്തിൽ. ഇവിടെ കഴിയുമായിരുന്നു എന്നാണ് കാരണം ഇവിടെ എന്തുണ്ട്? പാസ്റ്റിനെ കാണിക്കുന്ന ടൈമുണ്ട്. ഇനി അടുത്താണ് ഇതൊക്കെ എന്താണ്? എബിലിറ്റി അല്ലെങ്കിൽ സ്കിൽ അല്ലെങ്കിൽ കപ്പാസിറ്റി. ഈ മൂന്നിൻ്റെ അർത്ഥം ഒന്നാണ്. മലയാളത്തിൽ നിന്ന് കഴിവ് എന്നാണ്. കഴിവ്. നമ്മൾ പാസ്റ്റിലെ കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? കുഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പറയാം, മൈ ബ്രദർ കുഡ് ലിഫ്റ്റ് 50 kg വെൻ ഹി വാസ് എ ടീനേജർ. എൻ്റെ ബ്രദർ 50 കിലോഗ്രാം വെയിറ്റ് എടുക്കാൻ കഴിയുമായിരുന്നു അവനക്ക്. എൻ്റെ ബ്രദറിന് 50 കിലോഗ്രാം വെയിറ്റ് എടുക്കാൻ കഴിയുമായിരുന്നു. എപ്പോൾ? വെൻ ഹി വാസ് എ ടീനേജർ. അവൻ ഒരു ടീനേജർ ആയ സമയത്ത്, അവനൊരു യങ് ആയ സമയത്ത് 50 കിലോ വെയിറ്റ് വരെ അവനക്ക് എടുക്കാൻ കഴിയുമായിരുന്നു എന്നർത്ഥം. നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ എന്ന് പറയാം. നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ? കുഡ് യു പ്ലീസ് കൊണ്ടുവരിക, ബ്രിങ്. കുഡ് യു പ്ലീസ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലേ? ഇനി അടുത്തെന്താണ്? നിങ്ങൾ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്യുമോ? ഇതൊക്കെ നമുക്ക് പല രീതിയിൽ പറയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം. നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ? നമുക്ക് പല രീതിയിൽ പറയാം. പ്ലീസ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ക്യാൻ യു ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. പക്ഷേ പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് കുഡ് യു പ്ലീസ്. എന്താണ് ഉപയോഗിക്കേണ്ടത്? കുഡ് യു പ്ലീസ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇനി ഞാൻ പറയണത്, നിങ്ങൾ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്യുമോ എന്ന് പറയാം. കുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദ ഫാൻ എന്ന് പറയാം. കുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദ ഫാൻ. കുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദ ഫാൻ. ഇനി അടുത്താണ്, നിങ്ങൾ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യുമോ? പൊളൈറ്റ് റിക്വസ്റ്റ്. നിങ്ങൾ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യുമോ എന്ന് പറയാം. കുഡ് യു പ്ലീസ് switch on the light. ക്ലിയർ? ഇനി അടുത്തെന്താണ്? നിങ്ങൾ ആ വാതിൽ കുറച്ച് തുറന്നിടുമോ?
കുറച്ച് തുറന്നിടുക, കുറച്ച് തുറന്നിടുക. എന്താ പറയാ? Could you please leave the door? Could you please leave the door a little open? ഇതുപോലെ പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കുഡ് യു പ്ലീസ്. ഇനി അടുത്തത്, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ നന്നായി ഡാൻസ് കളിക്കുമായിരുന്നു. ഇതിൻ്റെയും അതുപോലെ ഇതിൻ്റെയും, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നന്നായി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഈ രണ്ടിൻ്റെയും ഇംഗ്ലീഷ് സെൻറ്റൻസ് എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ അയക്കുക. താങ്ക് യു എവരിവൺ.